യേശു നൽകും ദൂതുകളേന്തി വരുന്നു ഞങ്ങൾ ചങ്ങാതി, വരുന്നു ഞങ്ങൾ ലിറ്റിൽ മിക്കും കൂട്ടുകാരൻ നിങ്ങൾക്കരികെ. യേശു നൽകും ദൂതുകളേന്തി വരുന്നു ഞങ്ങൾ ചങ്ങാതി, വരുന്നു ഞങ്ങൾ ലിറ്റിൽ മിക്കും കൂട്ടുകാരൻ നിങ്ങൾക്കരികെ. വാ വാ ചങ്ങാതി, വാ വാ ചങ്ങാതി, ലിറ്റിൽ മിക്കിനോട് ചേർന്ന് ഈശോയെ വാഴ്ത്താം. വാ വാ ചങ്ങാതി, വാ വാ ചങ്ങാതി, ലിറ്റിൽ മിക്കിനോട് ചേർന്ന് ഈശോയെ വാഴ്ത്താം. Hero Jesus, Hero Jesus, makes us into little heroes. Hero Jesus, Hero Jesus, makes us into little heroes. ലിറ്റിൽ മിക്കിനോട് ചേർന്ന് ഈശോയെ വാഴ്ത്താം. വാ വാ ചങ്ങാതി, വാ വാ ചങ്ങാതി, ലിറ്റിൽ മിക്കിനോട് ചേർന്ന് ഈശോയെ വാഴ്ത്താം. വാ വാ ചങ്ങാതി, വാ വാ ചങ്ങാതി, ലിറ്റിൽ മിക്കിനോട് ചേർന്ന് ഈശോയെ വാഴ്ത്താം. വാ വാ ചങ്ങാതി, വാ വാ ചങ്ങാതി, ലിറ്റിൽ മിക്കിനോട് ചേർന്ന് ഈശോയെ വാഴ്ത്താം. എനിക്ക് കിട്ടിയ ബർത്ത്ഡേ ഗിഫ്റ്റുകളാ. ഒരുപാട് ഗിഫ്റ്റുകളുണ്ടല്ലോ, എനിക്ക് കൊതിയാവുന്നു. കുറെ ഗിഫ്റ്റുകൾ കിട്ടിയിട്ട് എന്താ റോസേ കാര്യം? എന്റെ പപ്പയും മമ്മയും സ്റ്റേറ്റ്സിലല്ലേ, അവരെന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ടോ? അത് നിന്റെ മാത്രം പ്രശ്നമാണോ? എന്റെ പപ്പയും മമ്മയും ജർമ്മനിയില്, റിയയുടെ മമ്മയും ഡാഡിയും ഇംഗ്ലണ്ടില്. അവരും ഞങ്ങളെ കാണാൻ വരാറുണ്ടോ? പപ്പയ്ക്കും മമ്മിക്കും വേണ്ടാത്തവര് ഫ്രണ്ട്സിനും വേണ്ട, ടീച്ചേഴ്സിനും വേണ്ട. സ്കൂളിൽ ഒരു നല്ല പേരും വീണിട്ടുണ്ട്, തെമ്മാടിക്കൂട്ടം. റിയ, റോസ്, ഞാനൊരു കാര്യം പറയട്ടെ. എന്താ അഞ്ജന? നമ്മളെ വേണ്ടാത്ത പേരൻസിനിട്ട് നല്ലൊരു പണി കൊടുത്താലോ? എന്ത് പണി? നമ്മൾ നാളെ തൊട്ട് ക്ലാസ്സിൽ പോകുന്നില്ല. ക്ലാസ്സിൽ പോയില്ലെങ്കിൽ പ്രിൻസിപ്പൽ നമ്മുടെ പേരൻസിനെ വിളിക്കും. വിളിക്കട്ടെ, പേരൻസ് വരും. വരട്ടെ. നമ്മളെ ബലമായി സ്കൂളിൽ കൊണ്ടുപോകും. അറിയാം. അത് കഴിഞ്ഞ് അവർ തിരിച്ചു പോവുമല്ലോ. അവർ പോയാലുടൻ നമ്മൾ സ്കൂളിൽ പോകുന്നത് നിർത്തും. ഇങ്ങനെ പ്രതികാരം ചെയ്തിട്ട് എന്താടി കാര്യം? നമുക്ക് വേണ്ടത് കാശല്ല, പപ്പയുടെയും അമ്മയുടെയും സ്നേഹമാണ്. അത് തിരിച്ചറിയാതെ അവർ നമ്മളെ ഉപേക്ഷിച്ചു പോയില്ലേ? നമ്മൾ തെമ്മാടിക്കൂട്ടമായത് അവർ നമ്മളെ ഉപേക്ഷിച്ചത് കൊണ്ടാ. പഠിത്തം നിർത്തുമ്പോൾ അവർ ശരിക്കും ചമ്മിപ്പോ. അഞ്ജന പറഞ്ഞത് ശരിയാ, എനിക്കിഷ്ടപ്പെട്ടു. റോസിനോ? കലക്കിയടി മോളെ, 8ന്റെ പണിയാ. അപ്പോൾ തെമ്മാടിക്കൂട്ടം സ്കൂളിനോട് ഗുഡ് ബൈ പറയുന്നു. ഡൺ. അവര് ശരിക്കും തെമ്മാടിക്കൂട്ടം തന്നെയാ.
ക്ലാസ്സിൽ ശ്രദ്ധിക്കാതെ ഉഴപ്പി നടന്നിട്ട് ആനമുട്ട മേടിച്ചാൽ ടീച്ചേഴ്സിന് ഇഷ്ടപ്പെടുവോ? മൂന്നാൾക്കും ഒടുക്കത്തെ ജാടയാ. അടുത്തിരിക്കുന്ന കുട്ടികളോട് പോലും ഉണ്ടില്ല. പിന്നെ എങ്ങനെയാ കൂട്ടുകാരുണ്ടാവുന്നത്? എന്തായാലും ഈ തീരുമാനത്തിന് അവരെ പിന്തിരിപ്പിക്കാതെ പറ്റില്ല. പൊന്നു പറഞ്ഞത് ശരിയാ. നമ്മൾ എങ്ങനെയാ അവരെ പിന്തിരിപ്പിക്കുന്നത്? നീ വിഷമിക്കാതിരിക്കേ. ഉണ്ണേശു തന്നെ നല്ലൊരു വഴി കാണിച്ചു തരാതിരിക്കില്ല. കൂട്ടുകാരെന്താ മിഴിച്ചു നിൽക്കുന്നേ? ഞങ്ങൾ വല്ലാത്തൊരു പ്രശ്നത്തിലാ. പ്രതിസന്ധിയോ? എന്ത് പ്രതിസന്ധി? ആ തെമ്മാടിക്കൂട്ടം തല തിരിഞ്ഞാ ചിന്തിക്കുന്നത്. കാര്യം എന്താണെന്ന് പറയൂ ബെറ്റി. അവളുമാരിഞ്ഞ് ക്ലാസ്സിൽ പോകുന്നില്ല എന്നാ പറയുന്നത്. അതെന്താ അവരങ്ങനെ പറഞ്ഞത്? പാരന്റ്സ് ശരിയല്ലാന്ന്. അവര് പാരന്റ്സിന് വേണ്ടിയാണോ പഠിക്കുന്നത്? അവർക്ക് വേണ്ടിയല്ലേ? മടിച്ചികള്. മാലാകുമാർ തന്നെ അവരുടെ കണ്ണു തുറപ്പിക്കണം. അതോർത്ത് കൂട്ടുകാർ വിഷമിക്കണ്ട. അവരുടെ കണ്ണുകൾ തുറപ്പിക്കുന്ന കാര്യം ഞങ്ങൾ ഏറ്റു. അതെങ്ങനെ? അതൊക്കെയുണ്ട്. കൂട്ടുകാർ കണ്ടോ? അതിന്റെ ആ ഗിഫ്റ്റ് ബോക്സ് അനങ്ങുന്നത്? അതെന്റെ അങ്കിൾ തന്ന ഗിഫ്റ്റാ. എന്നെ പറ്റിക്കാൻ വേണ്ടി അങ്കിൾ എന്തെങ്കിലും ഒരു കുസൃതി ഒപ്പിച്ചു കാണും. എന്ത് കുസൃതിയാണാവോ? എന്താണെന്ന് തുറന്നു നോക്കിയാലല്ലേ അറിയാൻ പറ്റൂ. എന്നാൽ റിയ തന്നെ അതൊന്ന് തുറന്നു നോക്ക്. അയ്യോ, എനിക്ക് പേടിയാ. മോളെ റോസേ, നീ വലിയ ധൈര്യശാലിയല്ലേ? ഒന്ന് പോയി നോക്ക്. ഞാൻ ധൈര്യശാലിയാണെന്ന് നിന്നോട് ആരാ പറഞ്ഞത്? എനിക്ക് പേടിയാ. ഓ, നിന്നെയൊക്കെ എന്തിനു കൊള്ളാം. അങ്ങോട്ട് മാറി നിൽക്ക്. ഞാൻ തന്നെ തുറന്നോളാം. നീ ആരാ? എന്നെ നിങ്ങൾ അറിയും. നന്നായി ഒന്ന് ഓർത്തു നോക്ക്. നീ പറഞ്ഞത് ശരിയാ. എവിടെയോ കണ്ടുമറന്ന മുഖം. നേരിൽ കണ്ടിട്ടില്ല, പക്ഷേ എന്റെ ഫോട്ടോസ് കണ്ടിട്ടുണ്ട്. എന്റെ കഥ വായിച്ചിട്ടുമുണ്ട്. നീ ഇങ്ങനെ സസ്പെൻസ് ഇടാതെ നിന്നെ ഒന്ന് പരിചയപ്പെടുത്തടി. ഓക്കെ. ഞാൻ ഹെലൻ കെല്ലർ. ഹെലൻ കെല്ലർ, നിന്റെ കഥ കേട്ട് ഞങ്ങൾ അതിശയിച്ചു പോയിട്ടുണ്ട്. 2 വയസ്സുവരെ ഞാൻ നിങ്ങളെപ്പോലെ കുസൃതിയായി ഓടിച്ചാടി നടന്നതാ. പിന്നെ ഞാനൊരു അജ്ഞാത രോഗത്തിന് അടിമയായി. എന്റെ കാഴ്ച നഷ്ടപ്പെട്ടു, സംസാരശേഷി നഷ്ടപ്പെട്ടു, കേൾവി ശക്തിയും നഷ്ടപ്പെട്ടു. നമുക്ക് കാണാനും കേൾക്കാനും സംസാരിക്കാനും കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യം? മണ്ടത്തരം പറയാതിരിക്കാൻ അഞ്ജന ചിന്തിക്കുന്നത് പോലെ എന്റെ പപ്പയും മമ്മിയും ചിന്തിച്ചിരുന്നെങ്കിൽ ഞാനിന്ന് ലോകമറിയുന്ന ഒരു അത്ഭുത പ്രതിഭാസമായി മാറുമോ? ഹെലൻ പറഞ്ഞത് ശരിയാ. പക്ഷേ ഹെലന്റെ പപ്പയും മമ്മിയും ചിന്തിച്ചതുപോലെ എല്ലാവരും അങ്ങ് ചിന്തിക്കുമോ? ചിന്തിക്കും. നമ്മൾ പപ്പയുടെയും മമ്മിയുടെയും സ്നേഹം തിരിച്ചറിയണമെന്ന് മാത്രം. അതിലുപരി നമുക്ക് നമ്മിൽ വിശ്വാസമുണ്ടാവണം. നമ്മുടെ വൈകല്യങ്ങളുടെ മുന്നിൽ തോറ്റുകൊടുക്കില്ലെന്ന വാശിയുണ്ടാകണം. എന്റെ ടീച്ചർ ആനി സല്ലിവനെ എന്റെ പപ്പയും മമ്മിയും എന്നെ ഏൽപ്പിച്ചു എന്നുള്ളത് നേരാ. മഹാവികൃതിയായിരുന്ന ഞാൻ എന്റെ വികൃതി തരങ്ങൾ ഒന്നും വിട്ടുകളയാതെ ശരിക്കും ഉഴപ്പിയിരുന്നെങ്കിൽ എന്റെ ഫ്യൂച്ചർ മറ്റൊന്നാകുമായിരുന്നില്ലേ? അതെ. നിങ്ങൾക്കിന്ന് പഠിക്കാൻ എല്ലാ സൗകര്യങ്ങളുമുണ്ട്, നല്ല ബുദ്ധിയുമുണ്ട്, മികച്ച സ്കൂൾ, മികച്ച ടീച്ചേഴ്സ്. എന്നിട്ടും നിങ്ങൾ ഉഴപ്പുന്നു. പക്ഷേ എന്റെ അവസ്ഥ അതായിരുന്നോ? പൂക്കളുടെ നിറങ്ങൾ കാണാൻ കഴിയാതെ, കിളികളുടെ ആരവങ്ങൾ കേൾക്കാൻ കഴിയാതെ, ചിത്രശലഭങ്ങളോട് കിന്നാരം പറയാൻ കഴിയാതെ ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടു. എന്റെ ടീച്ചർ സംസാരിക്കുമ്പോൾ ടീച്ചറുടെ ചുണ്ടുകളിൽ എന്റെ കൈവിരലുകൾ ഞാൻ ചേർത്തുവെക്കും. ടീച്ചറുടെ ചുണ്ടിന്റെ ചലനങ്ങൾ മനസ്സിലാക്കും. അപ്പോൾ ടീച്ചർ എന്താ പറയുന്നതെന്ന് മനസ്സിലാവും. അങ്ങനെയാ ഞാൻ പഠിച്ചത്. നീ ഒരു സംഭവം തന്നെയാ, സംശയമില്ല. ഞാനല്ല ഹെലൻ. ഞാൻ ഹെലന്റെ രൂപമുള്ള വെറുമൊരു പാവക്കുട്ടി മാത്രം. അതാ
ഞാനും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം. ആ പാവക്കുട്ടി നമ്മളെ ഇൻസൾട്ട് ചെയ്തു. പാവക്കുട്ടികൾക്ക് ഇത്ര അഹങ്കാരം പാടില്ല. പാവക്കുട്ടി പറഞ്ഞതിൽ എന്താ തെറ്റ്? ഉണ്ണീശോയ്ക്ക് ഇഷ്ടമില്ലാത്ത തീരുമാനമാ നമ്മൾ എടുത്തത്. നീ എന്തിനാ ഉണ്ണീശോയെ കൂട്ടുപിടിക്കുന്നത്? ഉണ്ണീശോയുടെ അനുഗ്രഹമില്ലാതെ ആർക്കും ഹെലനെ പോലെ ആവാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ ഉണ്ണീശോ എന്താ നമ്മളെ അനുഗ്രഹിക്കാത്തത്? ഇതുവരെ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ തന്നെയാ തീരുമാനിക്കുന്നത്. ഉണ്ണീശോയുടെ കൂട്ടുകൂടിയോ? ഇല്ലല്ലോ. ഒരു പാവക്കുട്ടി എന്തോ പറഞ്ഞപ്പോഴേക്കും അവള് തകിടം മറിഞ്ഞു. നീ പൊക്കോ, നിന്റെ കൂട്ടി ഞങ്ങൾക്ക് വേണ്ട. എന്നോട് പിണങ്ങല്ലേ റോസേ? എന്നാൽ ഞങ്ങൾ പറയുന്നത് കേൾക്ക്. ശരി, ഞാൻ കേൾക്കാം. വെരി ഗുഡ്. കൂട്ടുകാരായ ഇങ്ങനെ വേണം. എന്താ കൂട്ടുകാരെ? ആ റീക്ക് ഒരു മനമാറ്റം ഉണ്ടായതാ. അങ്ങനെയാണ്. ചീത്ത കൂട്ടുകാരൻ നന്നാവാൻ സമ്മതിക്കില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യും? നന്മയെ തോൽപ്പിക്കാൻ എപ്പോഴും തിന്മയ്ക്ക് കഴിയില്ല. നമുക്ക് പോരാടാം. മാലാഖമാർ എന്താ ചെയ്യാൻ പോകുന്നത്? വെയിറ്റ് ആൻഡ് സീ. ഇവിടെ ആരുമില്ലേ? എന്നെ ഒന്ന് തുറന്നു വിടാൻ. അതിനുള്ളിൽ ആരാണെന്ന് നോക്കൂ. അഞ്ജനക്ക് കിട്ടിയ ഗിഫ്റ്റ് അല്ലേ? അഞ്ജന തന്നെ തുറക്ക്. ഹോ, അവളുടെ ഒരു വാചകം. ചെന്ന് തുറന്നു നോക്കടേ. ശരി. ഹായ് ചാപ്ലിൻ. ഹായ്. എല്ലാ സിനിമകളും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. താങ്ക് യു. ചാർലി ചാപ്ലിനെ പോലെ ആരും ഞങ്ങളെ ചിരിപ്പിച്ചിട്ടില്ല. എന്നെ പോലെ ആരും കരഞ്ഞിട്ടും ഉണ്ടായില്ല. കരയാ? എന്തിന്? ചാപ്ലിൻ എന്ത് സങ്കടം? ഞാൻ നിങ്ങളെ പോലെ വലിയ വീട്ടിലല്ലേ ജനിച്ചത്. എനിക്ക് കഴിക്കാൻ നല്ല ഭക്ഷണം ഉണ്ടായിരുന്നില്ല, ഇടാൻ നല്ല വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നില്ല. എന്നും പട്ടിണിയായിരുന്നു, പട്ടിണി. ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ചാപ്ലിൻ എങ്ങനെ എല്ലാവരെയും ചിരിപ്പിക്കാൻ കഴിയുന്നത്? കുട്ടികളെ, നമ്മള് മറ്റുള്ളവരെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്നതെല്ലാം നാം ചെയ്യണം. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നത്. മനസ്സിലായോ? ഇതെന്തിനാ ചാപ്ലിൻ ഞങ്ങളോട് പറയുന്നത്? നിങ്ങളെ കുറിച്ച് മാത്രം ചിന്തിക്കുന്നു. മറ്റുള്ളവരെ തോൽപ്പിക്കാനും വേണ്ടി സ്വയം തോൽക്കുന്നു. അത് മണ്ടത്തരമല്ലേ? ചാപ്ലിൻ, അത് വേണ്ട, ഒന്നും പറയണ്ട. സ്വയം വിഡ്ഢികളാവുന്ന കുട്ടികളോട് ഞാൻ കൂട്ടില്ല. നോ നോ നോ. റോസ്, എങ്ങോട്ടാ? നീ എന്തിനാടി വിഷമിക്കുന്നത്? ചാപ്ലിൻ പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് സങ്കടം വന്നു. അതെന്തിനാ നിനക്ക് സങ്കടം വന്നത്? നമ്മൾ മറ്റുള്ളവരുടെ കുറവ് കണ്ടുപിടിക്കാൻ മത്സരിക്കുന്നു. പക്ഷെ ചാപ്ലിൻ കരഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ ചിരിപ്പിക്കുന്നു. അത് ചാപ്ലിന്റെ വലിയ മനസ്സ്. എല്ലാവർക്കും അങ്ങനെയാകാൻ കഴിയില്ലല്ലോ. അതെന്താ കഴിയാത്തത്? ഒരു ദരിദ്രന് അതിന് കഴിയുമെങ്കിൽ സമ്പന്നതയുടെ മടിത്തട്ടിൽ ജീവിക്കുന്ന നമുക്ക് എന്തുകൊണ്ട് അതിന് കഴിയുന്നില്ല? അത് കൊള്ളാം. എന്നെ കുറ്റം പറഞ്ഞിട്ട് ഇപ്പൊ നീ കാലുമാറുവാണോ? നമ്മുടെ തീരുമാനം തെറ്റാണ്. നമ്മൾ നമ്മളെ തന്നെ എന്തിനാ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നത്? എന്നാ നീ പോടി. ഈ അഞ്ജന ശത്രുക്കളെ മുട്ടുകുത്തി ചിരിക്കും. ശത്രുക്കളോ? അതെ, എന്നെ വേദനിപ്പിക്കുന്നവരെല്ലാം എന്റെ ശത്രുക്കളാ. അഞ്ജന, നീ പിണങ്ങാതെ. ഇനി സ്കൂളിൽ പോകണ്ടെന്ന് നമ്മൾ 3 പേരും കൂടിയല്ലേ തീരുമാനിച്ചത്? ആ തീരുമാനം ശരിയായാലും തെറ്റായാലും നമ്മൾ ഒരുമിച്ച് നിൽക്കും. എന്റെ പുസ്തകങ്ങൾ എനിക്ക് വേണ്ട. ഞാൻ എല്ലാം എടുത്ത് നശിപ്പിക്കാൻ പോകുക. വേണ്ട അഞ്ജന, പേരൻസിനോടും ടീച്ചേഴ്സിനോടുമുള്ള ഇഷ്ടക്കേട് നീ എന്തിനാ പുസ്തകങ്ങളോട് കാണിക്കുന്നേ? എന്റെ വാശി ജയിക്കാൻ ആ പുസ്തകങ്ങൾ തടസ്സമാണ്. അതെനിക്ക് വേണ്ട. നീ എന്ത് വിവരക്കേടാ കാണിക്കുന്നത്? നമ്മുടെ ആ ശ്രമവും പരാജയപ്പെട്ടു. അയ്യോ, നീ എന്തു ചെയ്യും? തോറ്റ് പിന്മാറിയാൽ തകർന്നു പോകുന്നത് അവരുടെ ഭാവിയാണ്. മാലാഖമാർക്ക് സങ്കടമുണ്ടോ? തീർച്ചയായും ഉണ്ട്. പക്ഷേ നിരാശയില്ല. നന്മയുടെ കാവൽ ഭടന്മാർ തിന്മയ്ക്കെതിരെ എപ്പോഴും പോരാടിക്കൊണ്ടിരിക്കും. പ്രത്യാശ കൈവിടാതെ
അവരുടെ കാര്യത്തിൽ അവർക്കില്ലാത്ത താല്പര്യം മാലാഖമാർക്കുണ്ടല്ലോ. ഓരോ മനുഷ്യന്റെ കാര്യത്തിലും ഞങ്ങൾക്ക് ഉത്കണ്ഠയുണ്ട്. കാരണം എല്ലാവരും ദൈവത്തിന്റെ മക്കളാണ്. ആരും നശിച്ചു പോവാൻ ദൈവം ഇഷ്ടപ്പെടുന്നില്ല. അവരെ മാലാഖമാരൊന്ന് കണ്ടാലോ? മനസ്സിൽ നന്മ നിറയുമ്പോഴാണ് ഞങ്ങൾക്ക് പ്രവേശിക്കാൻ കഴിയുക. അവരിപ്പോൾ സാത്താന്റെ പ്രലോഭനങ്ങൾക്കാണ് കീഴ്പ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് കാവൽ മാലാഖമാർക്ക് പുറത്താണ് സ്ഥാനം. സാത്താനെ ജയിക്കാൻ മാലാഖമാർക്ക് കഴിയില്ലേ? സാത്താനെ ജയിക്കാൻ ആർക്കും കഴിയും. ഉണ്ണീശോയെ വിളിക്കണം. വിളിക്കാതെ ഉണ്ണീശോ പോകില്ല. ഞങ്ങളും അങ്ങനെയാ. വിളിക്കില്ല. അവര് ചീത്ത കുട്ടികളാ. വിളിക്കാൻ തോന്നില്ല. തോന്നൽ എന്ന് പറഞ്ഞാൽ പ്രേരണയാണ്. നന്മയിലേക്ക് തിരിച്ചു വരാനുള്ള പ്രേരണ. അടുത്ത പ്രേരണയെങ്കിലും അവരുടെ ഹൃദയങ്ങളിൽ പതിച്ച് അവർ നല്ല കുട്ടികളാകാൻ ഉണ്ണിയേശുവിനോട് പ്രാർത്ഥിക്കുക. എന്റെ ഉണ്ണീശോയെ, റോസിനും റിയയ്ക്കും അഞ്ജനിക്കും നല്ല ബുദ്ധി തോന്നിക്കണേ. കരുണയുടെ കരം നീട്ടി അവരെ തൊടണേ. അവർ നല്ല കുട്ടികളായി മാറണേ. എന്റെ അഞ്ജനക്കുട്ടി, നീ ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. വേണ്ട, എനിക്കൊന്നും കേക്കണ്ട. എന്നെ വിട്. നീ എന്തു പറഞ്ഞാലും പുസ്തകങ്ങൾ നശിപ്പിച്ചു കളയാൻ ഞങ്ങൾ സമ്മതിക്കില്ല. നിങ്ങളുടെ പുസ്തകങ്ങളൊന്നല്ലോ, എന്റെ അല്ലേ. അത് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. എന്നെ വിടറി. നീ എന്നെ തുടരുത്. തുടരുതെന്നോ? നീ എന്റെ സ്കൂൾ ബാഗാ. ഞാൻ നിന്റെ ബാഗോ? ഞാൻ നിന്റെ പപ്പയുടെ ബാഗാ. പപ്പയുടെ പൈസ കൊണ്ടല്ല എന്നെ മേടിച്ചത്. പിന്നെ ഞാൻ എങ്ങനെയാ നിന്റെ ബാഗാകുന്നത്? മേടിച്ചത് പപ്പയായിരിക്കും, പക്ഷേ എനിക്ക് വേണ്ടിയല്ലേ മേടിച്ചത്. അതെ, നിനക്ക് വേണ്ടിയാ മേടിച്ചത്. പക്ഷേ നിനക്കെന്നെ വേണ്ടല്ലോ. പിന്നെന്തിനാ എന്നെ എടുക്കുന്നത്? നിന്നോട് വഴക്കിടാനൊന്നും ഞാനില്ല. എനിക്ക് വേണ്ടത് നിന്നെയല്ല, നിന്റെ അകത്തിരിക്കുന്ന പുസ്തകങ്ങളെ. എന്റെ ഉള്ളിലുള്ള പുസ്തകങ്ങൾക്കും നിന്നോട് ദേഷ്യ. നീ അവരോട് കൂട്ടുകൂടാത്തത് കൊണ്ടല്ലേ എപ്പോഴും തോറ്റു തൊപ്പിയിടുന്നത്. ഞാൻ തോറ്റാ നിനക്കെന്താ? അയ്യോ, എനിക്കും നാണക്കേടുണ്ട്. നിന്നെ പോലെയുള്ള മടിച്ചുകളുടെ തോളിൽ കയറിയിരുന്ന് സഞ്ചരിക്കുന്നതിനേക്കാൾ നാണക്കേട് വേറെ ഉണ്ടോ? മടിയന്മാരുടെയും മടിച്ചുകളുടെയും പുസ്തകങ്ങളാണെന്ന് പറയാൻ എന്റെ അകത്തിരിക്കുന്നവർക്കും നാണക്കേടാ. മനസ്സിലായോ? എനിക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമൊന്നുമില്ല. എന്റെ പുസ്തകങ്ങൾ ഇതാ. എന്തിനാ? അവർക്ക് നിന്നെ കാണണ്ടെന്ന് പറഞ്ഞു. പറ്റില്ല, എനിക്ക് എന്റെ പുസ്തകങ്ങൾ വേണം. ഞാൻ പറഞ്ഞാ നിനക്ക് വിശ്വാസമില്ലേ? ശരി, നേരിട്ട് തന്നെ സംസാരിച്ചു. കുട്ടിക്ക് എന്താ വേണ്ടത്? എനിക്ക് നിങ്ങളെ വേണം. സ്കൂളിൽ പോകുന്നില്ല തീരുമാനിച്ചവർക്ക് എന്തിനാ പുസ്തകങ്ങൾ? ഞാൻ അത് ഇതേ പുസ്തകങ്ങൾ തന്നെയല്ലേ നിന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന മറ്റു കുട്ടികളുടെയും കൈവശമുള്ളത്? ഒരക്ഷരം പോലും വ്യത്യാസമില്ല. എന്നിട്ടും അവരെല്ലാം എല്ലാ പരീക്ഷയ്ക്കും ജയിക്കുന്നു. എന്റെ അവസ്ഥയല്ല മറ്റു കുട്ടികൾക്ക് എന്ന് നിന്നോട് ആര് പറഞ്ഞു? നിന്നെക്കാൾ മോശമായ അവസ്ഥയാണ് അവരിൽ പലർക്കും. ചില കുട്ടികൾ ഭക്ഷണം പോലും കഴിക്കാതെയാ സ്കൂളിൽ വരുന്നത്. വേണ്ടാഞ്ഞിട്ടല്ല, ഇല്ലാഞ്ഞിട്ട്. അവരൊക്കെ എല്ലാ ദുഃഖങ്ങളും ഉണ്ണീശോയിൽ അർപ്പിച്ചു പ്രാർത്ഥിക്കും. അപ്പോൾ ഉണ്ണീശോ അവർക്ക് നല്ല ബുദ്ധി കൊടുക്കും. കാരണം അവരുടെ ദുഃഖമൊക്കെ വലിയ സന്തോഷമാക്കി മാറ്റാൻ പഠനത്തിന് കഴിയുമെന്ന് ഉണ്ണീശോയ്ക്ക് നന്നായിട്ടറിയാം. അഞ്ജനക്കുട്ടി കരയണ്ട. ബ്ലാക്ക് ബോർഡിൽ നിന്ന് ആവശ്യമില്ലാത്ത വാക്കുകൾ ഒരു ഡസ്റ്റർ കൊണ്ട് മാച്ചു കളയുന്നത് പോലെ അഞ്ജനയുടെയും കൂട്ടുകാരികളുടെയും മനസ്സിൽ നിന്ന് ചീത്തക്കാര്യങ്ങൾ മാച്ചു കളയുക. പഠിച്ചു മുന്നേറുക. നിങ്ങൾക്കതിന് കഴിയും. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. നിങ്ങൾ ഇവിടെ വന്നിരിക്കുകയാണോ? എന്ത് പറ്റി അഞ്ജന? നമ്മൾ ചിന്തിച്ചതൊക്കെ പൊട്ട തെറ്റാണ്. അതെന്താ ഇപ്പൊ അങ്ങനെ തോന്നാൻ? നമ്മൾ മറ്റുള്ളവരോട് പ്രതികാരം ചെയ്യുമ്പോൾ തോറ്റുപോകുന്നത് നമ്മൾ തന്നെയാണ്. നമ്മൾ തോൽക്കാൻ പാടില്ല കൂട്ടുകാരെ. ജയിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളെ തെമ്മാടിക്കൂട്ടം എന്ന് വിളിച്ചവരെ കൊണ്ട് ചങ്ങാതിക്കൂട്ടം എന്ന് വിളിപ്പിക്കാൻ നമുക്ക് കഴിയണം. ഇനിയുള്ള നമ്മുടെ ശ്രമം അതിനുവേണ്ടി ആയിരിക്കണം. നമ്മൾ മനസ്സ് വെച്ചാൽ അത് ഈസിയാണ്. നാളെ തൊട്ട് നമ്മൾ പുതിയ കുട്ടികളായിരിക്കും. മിടുക്ക കുട്ടികൾ.
നഷ്ടപ്പെട്ടു പോയ ആട്ടിൻകുട്ടിയെ തിരിച്ചു കിട്ടുമ്പോൾ അതിന്റെ ഉടമസ്ഥൻ സന്തോഷിക്കുന്നത് പോലെ നമുക്ക് സന്തോഷിപ്പിക്കാം. ഒന്നല്ല, 3 പേരെ നമുക്ക് തിരിച്ചു കിട്ടിയിരിക്കുന്നത്. ഇപ്പോ ഉണ്ണീഷോയും ഒത്തിരി സന്തോഷിക്കുന്നുണ്ടാവും. എന്നാ ഇനി അവരെ ഒന്ന് കണ്ടാലോ? തീർച്ചയായും. അവരിപ്പോൾ അവരുടെ മനസ്സിൽ നിന്ന് ദുഷിച്ച ചിന്തകളെ പുറത്താക്കിയല്ലോ. ഇനി ഞങ്ങൾ അവരെ മുമ്പിൽ നിന്ന് നയിക്കും. കുട്ടികളെ, ദൈവത്തെ അറിയുന്നവർ സ്വർഗത്തിൽ മാനിക്കപ്പെടും. വിദ്യ അറിയുന്നവർ ഭൂമിയിലും മാനിക്കപ്പെടുന്നു. ഇന്നത്തെ നിങ്ങളുടെ കൊച്ചു കൊച്ചു സങ്കടങ്ങളും പരിഭവങ്ങളുമെല്ലാം നാളെ ഓർത്ത് രസിക്കാനുള്ള വെറും നേരം പോക്കുകൾ മാത്രമാണ്. നല്ല കൂട്ടുകാർ, നല്ല പുസ്തകങ്ങൾ, നല്ല ചിന്തകൾ, അതൊന്നും കൈവിടാതിരിക്കുക. ഞങ്ങൾ പറഞ്ഞത് ചെങ്ങാടിക്കൂട്ടത്തിന് മനസ്സിലായോ? മനസ്സിലായി. എന്നാ നമുക്ക് വീണ്ടും കാണാം.